ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്, ലാസ്റ്റ് ഭാഗമാണ്. കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഒരുപാട് ഐഡിയൽ ഗ്യാസുകളുടെ മിക്സ്ചറിൽ നിന്ന് ആ പെർട്ടിക്കുലർ ഐഡിയൽ ഗ്യാസിൻ്റെ ഓരോ ഐഡിയൽ ഗ്യാസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ ഗ്യാസ്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്തിരിക്കുക, നൈട്രജൻ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോളിക്യൂളുകളൊക്കെ, അപ്പോൾ മിക്സ്ചർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, ഇതൊക്കെ ഐഡിയൽ ആണെന്ന് വിചാരിക്കുക, ഐഡിയൽ ബിഹേവിയറുള്ള ഗ്യാസ് എന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ പെർട്ടിക്കുലറായിട്ട് ഓക്സിജൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഗ്യാസിനകത്തെ ക്ലോറിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഈ ഒരു ഗ്യാസിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith കമ്പോണൻറ്റ് മ്യൂ ഐ, ദാറ്റ് ഈസ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith കമ്പോണൻറ്റ് മ്യൂ ഐ ഈസ് ഈക്വൽ ടു മ്യൂ I0 പ്ലസ് RT ln PI എന്നാണ് നമ്മളിവിടെ പഠിച്ചു വെച്ചത് അല്ലേ. നിങ്ങൾക്കറിയാം, എൻ്റെ ടൈമൊക്കെ മ്യൂ I0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith കോൺസ്റ്റുവൻറ്റ്, ആൻഡ് R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ഈസ് ടെമ്പറേച്ചർ, ആൻഡ് ln ഈസ് ലോഗരിതം, ആൻഡ് PI ഈസ് ദ പ്രഷർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ component. നിങ്ങൾ പറഞ്ഞേ here capital P is be the total pressure and small letter p is the partial pressure of ith constituent component. അതായത് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? ഓക്സിജൻ ആറ്റത്തിൻ്റെ പ്രഷറുകളുടെ അളവ്, നൈട്രജൻ്റെ പ്രഷറിൻ്റെ അളവ്, കാർബൺ മോണോക്സൈഡിൻ്റെ പ്രഷറിൻ്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷറിൻ്റെ അളവ്, ക്ലോറിൻ്റെ പ്രഷറിൻ്റെ അളവൊക്കെ കൂടിയിട്ടാണ് ടോട്ടൽ പ്രഷർ വരിക. അതിൽ ഓക്സിജൻ്റെ മാത്രം പ്രഷർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, partial pressure of a particular component P, small letter p, partial pressure of a oxygen gas or nitrogen gas, anything, partial pressure of that particular component which is equal to ennu varum the chemical the xi mole fraction of that particular component into total pressure P അല്ലേ. പി ഐ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പോണൻറ്റ്. മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം, XI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ഇപ്പോൾ ഇതിനകത്ത് എത്രയുണ്ട്? 1 2 3 4 5, നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ഡിവൈഡ് ബൈ ഓക്സിജൻ്റെ 1 ഉള്ളൂ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിലോ 6 ഡിവൈഡ് ബൈ 2 നമ്മളങ്ങനെ എഴുതും അല്ലേ. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഇതുപോലെ പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ith കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളേത്? ഞാൻ പറഞ്ഞു എന്താണത്? നമ്മുടെ മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ് ഈ സംഭവം. അപ്പം നിങ്ങൾ നോക്കിയേ, ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പി ഐക്ക് ഉള്ള വാല്യൂ പാർഷ്യൽ പ്രഷർ ഓഫ് ith കമ്പോണൻറ്റ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് മാറ്റി കൊടുക്കുമ്പം എനിക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ith ith component is become mu I0 plus RT ln XI into P. അല്ല, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാലോ? ഇതിനെ നമുക്കൊന്ന് പൊട്ടിച്ചെഴുതിയാലോ? എങ്ങനെ എഴുതാം? mu I is equal to mu I0 plus RT ln XI plus RT ln P. നമുക്ക് എഴുതിക്കൂടെ? RT ln P ഇങ്ങനെ രണ്ടാക്കി നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ആ രണ്ടാക്കി ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാം. mu I is equal to mu I0 plus RT ln P plus RT ln XI. എന്താണ് വരികയത്? ഇത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ, അല്ലെങ്കിൽ വലിയ പ്രഷർ. അപ്പോൾ ഇതെന്തായി? ഈ ഒരു ith കോൺസ്റ്റൻറ്റ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റിനെ സംബന്ധിച്ച് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ പ്യുവർ കമ്പോണൻറ്റ്, ആ ഒരു പ്യുവർ കമ്പോണൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യലായിട്ട് ഇത് മാറി അല്ലേ. നമ്മുടെ എടുത്ത സാധനത്തിൻ്റെ പ്യുവർ കമ്പോണൻറ്റ് കെമിക്കൽ പൊട്ടൻഷ്യലായി ഈ ഒരു ടേം. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതാം നമുക്ക്, അല്ലെങ്കിൽ ഇതിനെ നമുക്കൊന്ന് വേറൊരു രീതിയിലേക്ക് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് mu I is equal to ഇത്രയും വരുന്ന ടേമിനെ പ്യുവർ കമ്പോണൻറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് mu I star എന്ന് എഴുതിക്കുക അല്ലേ, mu I star എന്ന് എഴുതാം. സോ
mu I star, mu I is equal to mu I star plus RTLN XI എന്ന് എഴുതാം. RTLN XI എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ chemical potential of an ideal gas in a mixture of ideal gases. ഇതിനകത്ത് നമുക്കറിയാലോ കെമിക്കൽ ഈ മോളാർ ഫ്രാക്ഷൻ്റെ വാല്യൂ എത്ര വരും? എപ്പോഴും വണ്ണിനേക്കാളും കൂടുതൽ വരുമോ? ഇല്ല, എപ്പോഴും മോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ XI എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. എപ്പോഴും വണ്ണിനേക്കാൾ കുറവുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, ഇത് വണ്ണിനേക്കാൾ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. ഒരു ലോഗ് ഓഫ് ദിസ് വാല്യൂ ഷുഡ് ബി നെഗറ്റീവ്, ഒരു നെഗറ്റീവ് വാല്യൂ ആയി. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയി. അപ്പം mu I സ്റ്റാർ എന്ന് പറഞ്ഞതിനെ നിന്നും എന്തൊരു വാല്യൂ കുറച്ച് കിട്ടിയ വാല്യൂ ആയിരിക്കും mu I എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? mu I സ്റ്റാറിനേക്കാൾ ഇത് എന്തോ ഒരു ടേം RT × LN XI എന്ന് പറയുന്ന ടേം കുറഞ്ഞതായിരിക്കും, അത്രയും കുറവായിരിക്കും mu I ക്കുള്ളത് എന്ന് പറഞ്ഞാൽ mu I സ്റ്റാർ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? mu I സ്റ്റാർ സംവാട്ട് ഗ്രേറ്റർ ദാൻ mu I. ഓക്കെ, നമുക്ക് എന്ത് പറയാം? കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എനി ഗ്യാസ് ഇൻ എ മിക്സ്ചർ, chemical potential of any gas in a mixture is that is this chemical potential of any gas in a mixture is always less than the chemical potential of pure gas under the same total pressure. Okay, this is what the chemical potential of an ideal gas in a mixture of ideal gas. Clear ആയോ? ഓക്കെ, ഇനി കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് റിയൽ ഗ്യാസ്. നമുക്ക് റിയൽ ഗ്യാസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, സാധാരണ നമ്മളൊരു കേസിൽ നമ്മളിപ്പം ΔG, നമ്മൾ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ G0 പ്ലസ് NRT, നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലാണ് NRT. നമ്മൾ സാധാരണ കേസിൽ RT നമ്പർ ഓഫ് മോൾസ് 1 എന്നുള്ള കേസിൽ എടുത്തിട്ടാണ് നമ്മൾ പറയാം. NRT LN P നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഈ പി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കൺസെപ്റ്റാണ്? ദിസ് പി 1 ബാർ പ്രഷർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണ് പറയാം. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പി ഈസ് യൂസ്ഡ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് with the concept of fugacity on real gas. Instead of this P in ideal gas, we can use the same quantity, ഇത് should be equal to what we say the pressure. The quantity which can should be equal to the pressure P. ആ P എന്ന് പറയുന്ന പ്രഷറിനോട് ഈക്വൽ ആകുന്നൊരു ക്വാണ്ടിറ്റി. P is used in case of ideal gas system. In the case of a real gas, instead of P, we can use a new term or new concept, that is fugacity. കണ്ടോ, ഈ പിക്ക് പകരം നമ്മൾ എന്ത് കൊണ്ടുവരുന്നു മക്കളെ? ഫ്യുഗാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്യുഗാസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ F, അല്ലേ? ഫ്യുഗാസിറ്റിയെ നമ്മൾ F എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററിൽ സൂചിപ്പിക്കുന്നു റിയൽ ഗ്യാസിൻ്റെ കേസിൽ. അങ്ങനെ വരുമ്പം റിയൽ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ഈ ഫ്രീ എനർജി ചേഞ്ച് ഫ്രീ എനർജി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ΔG ഈസ് ഈക്വൽ ടു എന്തോന്നാ വരിക? ΔG ഈസ് ഈക്വൽ ടു G ഈസ് ഈക്വൽ ടു G0 പ്ലസ് NRT LN ഫ്യുഗാസിറ്റി. ഓക്കെ, ഫ്യുഗാസിറ്റി. അപ്പം അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റിൽ അതിൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കമ്പൗണ്ട് G1 എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസിൻ്റെ G1 G0 ഇൻറ്റു ΔNRT LN F1. ഇതേ കോമ്പൗണ്ട് തന്നെ വേറൊരു സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് മാറുമോ? സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി മാറുമില്ല. G0 പ്ലസ് NRT LN F2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്രീ എനർജി ദാറ്റ് ഈസ് G2 മൈനസ് G1 ദാറ്റ് ഈസ് ΔG. ഇതെന്താ? G0 മൈനസ് G0 വീണ്ടും 0 ആയിപ്പോയി. ബാക്കി എന്ത് വരും? NRT LN F2 മൈനസ് NRT LN F1. നമുക്ക് എന്ത് എഴുതാം? കോമൺ ആയിട്ട് NRTയുടെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ NRT LN F2 ബൈ F1. കണ്ടോ? NRT LN F2 ബൈ F1 എന്ന് എഴുതാം. ഓക്കെ, so this means for the term fugacity which indicates that
The fugacity is somewhat equal to what? Pressure. So we can say fugacity is directly proportional to what? Pressure. Okay, so the changing this proportionality sign, we putting equal, proportionality sign is changes to equal, we should multiply by a constant phi, and this constant is called what? Fugacity coefficient, which is dimensionless constant, that is called fugacity coefficient. Fugacity coefficient എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും ഫ്യുഗാസിറ്റി കോയിഫിഷ്യൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ആസ് എ പ്രഷർ ലോവർ ചെയ്യുന്ന സമയത്ത്, പ്രഷർ ഈസ് ലോവർ വാല്യൂ, ഇഫ് ദ പ്രഷർ ഈസ് ലോവർ വാല്യൂ, റിയൽ ഗ്യാസ് ടെൻ ടുവേർഡ്സ് ഐഡിയൽ ബിഹേവിയർ. എന്ന് പറഞ്ഞാൽ എന്താ മോനെ, പ്രഷർ വളരെ ലോവർ ആകുന്ന കേസിൽ റിയൽ ഗ്യാസ് എന്ത് ബിഹേവിയർ കാണിക്കും? ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ലിമിറ്റ് പി ടെൻസ് ടു സീറോ, പ്രഷർ സീറോ ആവുന്ന കേസിൽ എഫ് ബൈ പി എന്ന് പറഞ്ഞാൽ ഏതാണ്? എഫ് ബൈ പി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കിട്ടും. എന്താണ്? ഫിഗാസിറ്റി കോഎഫിഷ്യന്റ് എഫ് ബൈ പി വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എന്താണ്? എഫും പിയും ഈക്വൽ ആയിരിക്കും എന്നതിൻ്റെ അർത്ഥം. അറ്റ് ലോവർ പ്രഷർ 1 ആവണമെങ്കിൽ എന്താ വേണ്ട? ഇവിടെ 1 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ലിമിറ്റ് ടെൻസ് ടു സീറോ, ഈ എഫ് ബൈ പി 1 ആവണമെന്നുണ്ടെങ്കിൽ ഈ എഫും എന്തായിരിക്കണം? പി ആയിട്ട് മാറണം. എഫ് ഈസ് ബിക്കം പി, അപ്പോഴല്ലേ 1 ആവുള്ളൂ. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് ലിമിറ്റ് പി ടെൻസ് ടു സീറോ, പ്രഷർ വളരെ ലോവർ ആകുമ്പം, ഇഫ് ദ പ്രഷർ ലോവർ വാല്യൂ, എന്താ സംഭവിക്കുക? ദ റിയൽ ഗ്യാസ്, ദാറ്റ് ഈസ് ദ ഫിഗാസിറ്റി വാല്യൂ, റിയൽ ഗ്യാസ് ടെൻ ടുവേർഡ്സ് ഐഡിയൽ ബിഹേവിയർ, അല്ലേ? ഐഡിയൽ ബിഹേവിയർ, ആൻഡ് എഫ് ടെൻ ടുവേർഡ്സ് പി. സോ വി ക്യാൻ റിട്ടേൺ ലിമിറ്റ് പി ടെൻസ് ടു സീറോ, എഫ് ബൈ പി ഈസ് ബിക്കം 1, where so f is approached to be a, or otherwise for that condition or in other ways the fugacity f may be denoted as fictitious pressure or corrected pressure. നമുക്ക് ഈ ഒരു കാരണത്തെ കൊണ്ട് എന്താണ്? when pressure is very low, the fugacity is equal to what? Pressure. Fugacity of a ideal അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ബിഹേവ്സ് ലൈക്ക് ഐഡിയലി നമുക്ക് പറയാം, പ്രഷർ ലോവർ ആവുന്ന കേസിൽ. അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിഗാസിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? ഫിക്റ്റീഷ്യസ് പ്രഷർ എന്ന് വിളിക്കും. ഫിക്റ്റീഷ്യസ് പ്രഷർ അല്ലെങ്കിൽ കറക്റ്റ് പ്രഷർ എന്ന് വിളിക്കും. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഇഫ് ദ ഗ്യാസ് ഈസ് ബിഹേവ് ഐഡിയലി ദ ഫിഗാസിറ്റി ഈസ് ഈക്വൽ ടു പ്രഷർ. നമുക്കത് മനസ്സിലായി. സോ ഫോർ ഐഡിയൽ ഗ്യാസ് we can return chemical potential mu as mu 0 plus RT ln P. For a real gas, mu is equal to mu 0 plus RT ln F. For a particular ith component, the chemical potential of ith constituent, that is mu I, is equal to mu I 0 plus RT ln Fi. ഓക്കെ, ക്ലിയർ ആയോ? ഫിഗാസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ഫിഗാസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് മോനെ? പിന്നെ പ്രഷർ തന്നെയാണ്. അത് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ പ്രഷർ ഉപയോഗിക്കുന്നു, റിയൽ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ഏത് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു? ഫിഗാസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അത്ര തന്നെയുള്ളൂ. ഇത് നമ്മളിനിയിപ്പം ലിക്വിഡും സോളിഡും ഒക്കെ ഉള്ള കേസാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ലിക്വിഡും സോളിഡും ഒക്കെ ആണെങ്കിൽ ഫിഗാസിറ്റിയെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഗ്യാഷ്യസ് കേസിലാണ്, റിയൽ ഗ്യാസിൻ്റെ കേസിലാണ് ഫിഗാസിറ്റി. ലിക്വിഡും പിന്നെ സോൾഡും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സോൾഡിനകത്ത് പ്രഷറല്ലല്ലോ ഉണ്ടാവുക, പ്രഷറാണോ ഉണ്ടാവുക? അല്ല. നമ്മളിപ്പോൾ തൊട്ട് നോക്കൂ, നമ്മൾ പിന്നെ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ തന്നെ ഐഡിയൽ ഗ്യാസിലാണ് നമ്മൾ പ്രഷർ എന്നുള്ള ടേം കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? പ്രഷർ സംവാട്ട് റിലേറ്റഡ് ടു വാട്ട്? ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ ഗ്യാസ്, അല്ലേ? കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രഷർ ഉപയോഗിക്കുന്നത്. എന്നാൽ ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ പിന്നെ പ്രഷറിൽ വെച്ചിട്ടാണോ നമ്മൾ പറയുക? അല്ല, നമ്മൾ കോൺസെൻട്രേഷൻ ടേമിലാണ് പറയുക. ശരിയല്ലേ? കാരണം നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോൺസെൻട്രേഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്യാഷ്യസ് മോളിക്യൂൾസ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രഷർ അല്ല പറയുക, പകരം നമ്മൾ പറയുന്നത് എന്താണ്? അതിൻ്റെ കോൺസെൻട്രേഷനാണ് പറയുക. അപ്പം ഈ ഫ്യുഗാസിറ്റി എന്ന് പറയുന്ന ടേമും പ്രഷർ എന്ന് പറയുന്ന ടേമും ഗ്യാഷ്യസ് മോളിക്യൂൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ള മോളിക്യൂൾസ് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ്, മറ്റൊരു വാക്കാണ്, ദാറ്റ് ഈസ് കോൾഡ് ആക്ടിവിറ്റി. കണ്ടോ? ആക്ടിവിറ്റി. ശരിക്കും ഫിഗാസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ ഗ്യാഷ്യസ് കേസിൽ നമ്മൾ ഫിഗാസിറ്റി ഉപയോഗിക്കുന്നു, ലിക്വിഡിലും സോളിലും നമ്മൾ എന്ത് ഉപയോഗിക്കും? ആക്ടിവിറ്റി ഉപയോഗിക്കും. ഇതിന് തെർമോഡൈനാമിക്സ് മീനിങ് എന്താണ്?
ആക്ടിവിറ്റിയുടെ തെർമോഡൈനാമിക്സ് മീനിങ് എന്താണ്? ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് തെർമോഡൈനാമിക് കൗണ്ടർ പാർട്ട് ഓഫ് ഗ്യാഷ്യസ് പ്രഷർ എന്നാണ്. ഗ്യാസ് പ്രഷറിൻ്റെ തെർമോഡൈനാമിക്കലി കൗണ്ടർ പാർട്ടാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആക്ടിവിറ്റി എന്താ നോക്കി. ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഗിവൺ സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the ratios of its fugacity in that state to the fugacity in standard state. That is called activity. So activity of a substance at a given state is defined as the ratios of, ratio എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആണ് അല്ലേ, ratios of the fugacity of that state, in ഏത് സ്റ്റേറ്റിലാണുള്ളത് ആ സ്റ്റേറ്റിൻ്റെ fugacity to that of the fugacity in the standard state, fugacity of that state into that of the fugacity in standard state. Okay, that is A is equal to F by F0. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ് ലെസ് ക്വാണ്ടിറ്റിയാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ്, യൂണിറ്റ് ഇല്ല. ഇനി ഫ്യൂഗാസിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഒരു ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് ആക്ടിവിറ്റി എന്ന് പറയും. ഫോർ എ റിയൽ ഗ്യാസ് ആക്ടിവിറ്റി ഈക്വൽ ടു ഫ്യൂഗാസിറ്റി. ഓക്കെ, അപ്പം ആക്ടിവിറ്റി ഈക്വൽ ടു എന്നല്ല, ഫോർ എ റിയൽ ഗ്യാസ് ആക്ടിവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്, ഫ്യൂഗാസിറ്റി. അപ്പോൾ ആക്ടിവിറ്റി ഈക്വൽ ടു എ ഗാമ ഇൻറ്റു എഫ്, വെയർ ദിസ് ഗാമ ഈസ് കോൾഡ് വാട്ട്, ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ്. ഫ്യൂഗാസിറ്റി കോഎഫിഷ്യൻറ്റ് നമ്മൾ പറഞ്ഞു മുമ്പ് ഫൈ എന്ന് പറഞ്ഞ് കണ്ടു. ഇവിടെ നമ്മൾ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ഗാമ ഇസ് ദ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ്. സോ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോസ് ഓഫ് ആക്ടിവിറ്റി ടു ദാറ്റ് ഓഫ് ദ ഫ്യൂഗാസിറ്റി ഓഫ് ദ സാമ്പിൾ എന്ന് പറയാം. ഇനി അപ്പം നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ റിയൽ ഗ്യാസിൻ്റെ കേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റിയുടെ ടേംസിൽ നമ്മൾ പ്യുവർ ഗ്യാസിൻ്റെ ഫ്യൂഗാസിറ്റി നമ്മൾ എങ്ങനെ എഴുതാം? സോറി, ആക്ടിവിറ്റി എങ്ങനെ എഴുതാം? മ്യൂ ഇസ് ഈക്വൽ ടു μ0 പ്ലസ് RT(ln A), RT(ln A) ആക്ടിവിറ്റി. അപ്പോൾ റൈറ്റ് കമ്പോണൻ്റ് ആണെങ്കിലോ μi ഇസ് ഈക്വൽ ടു μi0 പ്ലസ് RT(ln AI) എന്നെഴുതാം. മനസ്സിലായല്ലോ? സപ്പോസ് വി കൺസിഡർ μ1 ഇസ് ഈക്വൽ ടു μ0 പ്ലസ് RT(ln A1). A1 എന്നും, അതായത് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് ഫേസ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ് 1, ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ അതിൻ്റെ ആക്ടിവിറ്റി A1 ആണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ അതേ കോമ്പൗണ്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് μ2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ, അപ്പോൾ സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ മാത്രം മാറ്റില്ല, μ0 പ്ലസ് RT(ln A2). ഡിഫറൻസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് μ2 മൈനസ് μ1, അതിൻ്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് μ2 മൈനസ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഫ്രീ എനർജി ചേഞ്ച്, കെമിക്കൽ പൊട്ടൻഷ്യൽ അല്ലേ ഫ്രീ എനർജി ചേഞ്ച്, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ2 മൈനസ് μ1 ഇസ് ഈക്വൽ ടു μ0 മൈനസ് μ0, 0 ആയി പോകും, കട്ടായി പോകും, ഈക്വൽ ടു ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? RT(ln), ഇപ്പം നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ nRT(ln A2 ബൈ A1 എന്ന് എഴുതാം. ഓക്കെ, nRT(ln A2 ബൈ A1). സോ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, nRT(ln) ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ P2 ബൈ P1 എന്ന് പറയുന്നത്, nRT(ln P2 ബൈ P1 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റി. This is what we called it as activity. What is thermodynamic interference or equilibrium? പിന്നെ thermodynamic interference എന്താണ് ആക്ടിവിറ്റിയുടെ? ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. മൊളാരിറ്റി നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, നോർമാലിറ്റിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് തന്നെയാണ് വാട്ട് ഈസ് ആക്ച്വലി നോർമാലിറ്റി, ദാറ്റ് സെയിം ദാറ്റ് ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ആക്ടിവിറ്റി, ഫ്യൂഗാസിറ്റി ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളൊരു ഭാഗം. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ. ഓക്കെ.